ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ വന്നിട്ടുള്ളത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ ഉപകാരമുള്ള ഒരു അടിപൊളി ക്ലീനിങ് ടിപ്സ് ആയിട്ടാണ്. 2-3 ദിവസം നമ്മുടെ വീട്ടിൽ നിന്ന് മാറി നിന്നാൽ തന്നെ തിരിച്ച് നമ്മൾ ചെല്ലുന്ന സമയത്ത് ക്ലീനിങ് എന്നുള്ളത് ഒരു വലിയൊരു ടാസ്ക് തന്നെയാണ്. ദിവസങ്ങളല്ല, അപ്പം മാസങ്ങളോളം നമ്മൾ വിട്ടു നിന്നാലും ഒത്തിരി അഴുക്കും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഒത്തിരി സ്ട്രെസ് ചെയ്യാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ടിപ്പാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പം ഞാൻ എന്നും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. ആദ്യം നമുക്ക് അതിനുള്ള ഒരു സൊല്യൂഷൻ റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഇതിൽ ഒത്തിരി ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട. രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ. എല്ലാവരുടെയും വീട്ടിലുള്ള ഡിഷ് വാഷും സാധാ ഉപ്പും മാത്രം മതി ഈ ഒരു സൊല്യൂഷൻ റെഡിയാക്കി എടുക്കാനായിട്ട്. ഞാനിത് എൻ്റെ വീട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. മാസങ്ങളായിട്ടുണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ട്. അപ്പോൾ പെണ്ണുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീടൊക്കെ നീറ്റായിട്ട് കൊണ്ടു നടക്കും. പക്ഷേ പെണ്ണുങ്ങളില്ലാത്ത വീടാകുമ്പോൾ ആണുങ്ങൾ അവർക്ക് കഴിയുന്ന രീതിയിൽ ക്ലീൻ ചെയ്ത് കൊണ്ടുപോവാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മളൊക്കെ ചെല്ലുന്ന സമയത്ത് ക്ലീനിങ് എന്നുള്ളത് ബിഗ് ടാസ്ക് തന്നെയാണ്. അപ്പോൾ അത് ഞാൻ ഈ ഒരു കിടിലൻ സൊല്യൂഷൻ വെച്ചിട്ടാണ് അവിടെയുള്ള ഓരോന്നും ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ഈ ഒരു ഡിഷ് വാഷിൻ്റെ ബോട്ടിലിൽ 1/3 ഭാഗം ആണ് ലിക്വിഡ് ഉണ്ടായിരുന്നത്. അത് മുഴുവനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത് ആ ഒരു ബോട്ടിലിൽ എത്രത്തോളം ലിക്വിഡ് ഉണ്ടായിരുന്നോ അതേ അളവിൽ സാധാ വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. നിങ്ങളുടെ കയ്യിൽ പൊടിയുപ്പല്ല കല്ലുപ്പാണെങ്കിലും നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ഞാൻ ഈ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഉപ്പാണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഉപ്പ് ഈ ഒരു ലിക്വിഡിൽ നന്നായിട്ടൊന്ന് മെൽറ്റാക്കി കൊടുക്കണം. അപ്പോൾ ഞാനിതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഉപ്പ് മെൽറ്റാകുന്നതിനനുസരിച്ച് ആ ഒരു ലിക്വിഡിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട്. നമുക്കൊക്കെ അറിയാം ഉപ്പ് നല്ലൊരു ക്ലീനിങ് ഏജൻറ്റ് തന്നെയാണ്. വെറുതെ നമ്മൾ ഉപ്പിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കത് പാത്രമൊക്കെ ആണെങ്കിൽ ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പാത്രം കഴുകാനോ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാനൊക്കെ എടുക്കുന്ന സമയത്ത് വീണ്ടും നമുക്കിതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോഴും നന്നായിട്ട് തന്നെ പതയൊക്കെ ഉണ്ടാവും. മാത്രമല്ല നമ്മൾ ആദ്യം തന്നെ ലിക്വിഡിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് കുറച്ച് കാലം കൂടി ആ ഒരു ലിക്വിഡ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഞാനിത് ഉപ്പൊക്കെ നല്ലപോലെ മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ലിക്വിഡ് ഉണ്ടായിരുന്ന ആ ഒരു ബോട്ടിലേക്ക് തന്നെയാണ് കേട്ടോ ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം ഞാൻ മുഴുവനായിട്ട് ഈ ഒരു ബോട്ടിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, നേരത്തെ എനിക്കിതിൻ്റെ ഒരു ഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, 1/3 ഭാഗം. പക്ഷേ ഇപ്പോൾ എനിക്കതൊരു 3/4 ഭാഗത്തോളമായി കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കിതിലേക്ക് ഇനിയും വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ പത ചിലപ്പോൾ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ കഴുകാനെടുക്കുന്ന സമയത്ത് അതിലേക്ക് മാത്രം വെള്ളം ചേർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സെയിം അളവിൽ ചേർത്തിട്ടുള്ളത്. ഞാൻ ആദ്യം ക്ലീൻ ചെയ്തെടുക്കുന്ന സിങ്കാണ്. ഈ സിങ്ക് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് തന്നെ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് മാസങ്ങളായിട്ട് നമ്മൾ വിട്ട് നിന്നിട്ടുള്ളൊരു വീടാണ് കേട്ടോ. സിങ്കിൻ്റെ എല്ലാ വശത്തും ആ ഒരു സൊല്യൂഷനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം സ്ക്രബ്ബർ വെച്ചിട്ട് ഞാനൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ലിക്വിഡ് വെച്ചിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് വെച്ചാൽ ഒത്തിരി കറ അഴുക്കൊക്കെ ഉണ്ടെങ്കിലും വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് അടിച്ചെടുക്കാൻ പറ്റുമേ. ഒത്തിരി നമ്മൾ സ്ട്രെസ് ചെയ്ത് വരച്ച് കൈ വേദനയ്ക്കൊന്നും വേണ്ട. ജസ്റ്റ് നമ്മളിതുപോലെ സ്ക്രബ്ബർ വെച്ചിട്ടൊന്ന് അരച്ചെടുക്കുന്ന സമയത്ത് തന്നെ ആ ഒരു അഴുക്കൊക്കെ നീങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ എനിക്ക് സിങ്ക് നല്ലപോലെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ക്ലീൻ ചെയ്തെടുക്കാൻ പോകുന്നത് അതിൻ്റെ അടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു ടൈലും ഈ ഒരു ടാപ്പുമാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ സ്പഞ്ചിലേക്ക് അല്പം ആ ഒരു ലിക്വിഡ് ഒരു 3-4 ഡ്രോപ്പ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ അടിച്ചെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഒരു വശത്തുണ്ടായിരുന്ന കറയൊക്കെ പോയി കിട്ടുന്നുണ്ട്. മാത്രമല്ല ടാപ്പിലും അത്യാവശ്യം അഴുക്കുണ്ട്. അതെല്ലാം ഞാൻ ഈ ഒരു രീതിയിൽ തന്നെയാണ് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി സമയം നമുക്ക് വേണ്ട. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഏത് അഴുക്കും നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റും. ഇനി അടുത്ത ക്ലീനിങ് ടിപ്സിലോട്ട് പോകാം. ഞാൻ എടുത്തിട്ടുള്ളത് ചായപാത്രമാണ്. നമ്മൾ സ്ഥിരമായിട്ട് ചായ കാച്ചുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൽ ചായക്കറ വരാറുണ്ട്. ഈ ഒരു പാത്രത്തിൽ വളരെ കുറച്ച് കറ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ സ്പഞ്ച് വെച്ചിട്ട് തന്നെയാണ് ഇത് അടിച്ചെടുക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു ലിക്വിഡ് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അതിലേക്ക് വീണ്ടും വെള്ളം ആഡ് ചെയ്തെടുത്തതിന് ശേഷമാണ് കേട്ടോ അതിലാണ് ഞാൻ സ്പഞ്ച് മുക്കിയിട്ടുള്ളത്. എന്നാൽ തന്നെ എനിക്ക് നല്ല പതയുണ്ട്. അപ്പം ഞാനിത് അത് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ പാത്രം നല്ല പോലെ തിളക്കൊക്കെ വന്നിട്ടുണ്ട്.
വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. നെക്സ്റ്റ് ടിപ്പ്, നമ്മളൊക്കെ നമ്മുടെ കബോർഡിൽ ഇതുപോലെ ഒത്തിരി മസാല പൗഡറൊക്കെ വെക്കുന്ന സമയത്ത് എത്ര ക്ലീനാക്കി കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ ആ ഒരു ബോട്ടിലും അതിൻ്റെ ലിഡിലൊക്കെ നല്ല രീതിയിൽ അഴുക്ക് വരാറുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മളത് കഴുകുക എന്നുള്ളത് പ്രാക്ടിക്കലല്ല. ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട് 3 ബോട്ടിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഓരോ ബോട്ടിലിൻ്റെയും ലിഡ് നല്ലപോലെ ടൈറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു കോട്ടൺ തുണി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആ ഒരു ലിക്വിഡിൻ്റെ 2 ഡ്രോപ്പാണ് ആക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. അതിനുശേഷം ഒരു സൊല്യൂഷനായ ഭാഗം വെച്ചിട്ട് ഓരോ ബോട്ടിലും ഒന്ന് തുടച്ചെടുക്കാം. ഇത് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഏത് ബോട്ടിലാണോ ക്ലീൻ ചെയ്യുന്നത് അതിൻ്റെ എല്ലാ ബോട്ടിലിൻ്റെയും ലിഡ് നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്തതിന് ശേഷം വേണം കേട്ടോ ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ ആ ഒരു ലിക്വിഡ് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു മസാലയിലേക്ക് എത്താനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആദ്യം നമ്മൾ ആ ലിഡ് നന്നായിട്ട് തന്നെ ടൈറ്റാണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഈ ഒരു ടിപ്പ് ചെയ്യാം. അപ്പോൾ ഞാനിതാ കണ്ടോ, ഇതുപോലെ തുടച്ചെടുക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ലിഡിലുണ്ടായിരുന്ന അഴുക്കൊക്കെ നല്ല പോലെ എനിക്ക് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാ ബോട്ടിലും ഈ ഒരു രീതിയിൽ തുടച്ചതിന് ശേഷം പിന്നെ ഞാൻ ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ടും തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അതിനുള്ളിൽ ഉള്ള മസാല പൗഡർ നമ്മൾ വേറൊരു ഭാഗത്തേക്ക് അല്ലെങ്കിൽ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയൊന്നും വേണ്ട. അതിനുള്ളിൽ വെച്ചുകൊണ്ട് തന്നെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ടിപ്പാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നെക്സ്റ്റ് ടിപ്പിലോട്ട് പോവാം. ഇനി ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു ചാർജറാണ്. ഇത് യൂസ് ചെയ്യാത്ത ചാർജറാണ്. ഈ ഒരു ചാർജർ ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ എടുത്ത ആ കോട്ടൺ തുണിയിലേക്ക് തന്നെ ഒരു 3-4 ഡ്രോപ്പ് ലിക്വിഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ കോട്ടൺ തുണിയുടെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഈ ചാർജർ വയർ ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു വശത്തുള്ള അഴുക്കൊക്കെ നീങ്ങി കിട്ടുന്നുണ്ട്. അത്യാവശ്യം അഴുക്കുള്ളത് കൊണ്ട് തന്നെ 2-3 പ്രാവശ്യം ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ക്ലീനായി കിട്ടാനായിട്ട്. അപ്പോൾ എനിക്ക് ഈ വയറിപ്പോൾ നല്ല പോലെ തന്നെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആദ്യം ഞാൻ കാണിച്ച ആ ഒരു വയറും ഈ ഒരു വയറും തമ്മിലുള്ള മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. വളരെ എളുപ്പത്തിൽ എത്ര അഴുക്കുണ്ടെങ്കിലും ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റും. ഇനി അടുത്തതായിട്ട് ഞാൻ ക്ലീൻ ചെയ്യുന്നത് വാഷിംഗ് മെഷീനിൽ നമ്മൾ വെച്ച് കൊടുക്കുന്ന ഈ ഒരു ടാപ്പാണ്. അപ്പോൾ ഇത് വാഷിംഗ് മെഷീൻ കൊണ്ടുവന്നതിന് ശേഷം ഈ ഒരു ടാപ്പൊന്നും കഴുകിയിട്ടില്ല. നന്നായിട്ട് തന്നെ അഴുക്കൊക്കെ ഉണ്ട്. അപ്പോൾ വാഷിംഗ് മെഷീൻ ഇപ്പോൾ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചൊക്കെയാണ് യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതും നമുക്ക് അതേ സൊല്യൂഷൻ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് ക്ലീനാക്കി കൊടുക്കാം. ഞാനൊരു കപ്പിൽ ഇത്രയും വെള്ളം എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു ടാപ്പ് മാത്രമല്ല ബാത്റൂമിൻ്റെ ടൈൽ അതുപോലെ തന്നെ ക്ലോസറ്റ് എല്ലാം ഇത് വെച്ചിട്ട് ഞാൻ ക്ലീനാക്കി കൊടുക്കുന്നുണ്ട്. അതിനാണ് ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ലിക്വിഡ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതാ ഇത് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ടാപ്പ് അടിച്ചെടുക്കുന്നത്. എല്ലാ വശവും ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഒത്തിരി നമ്മൾ സ്ട്രെസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സിമ്പിളായിട്ട് നമ്മൾ അടിച്ചെടുക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ഇതിലുണ്ടായിരുന്ന അഴുക്കെല്ലാം എനിക്ക് നല്ല പോലെ മാറിക്കിട്ടിയിട്ടുണ്ട്. ഞാൻ ഉരച്ചെടുത്തതിന് ശേഷം ഉണങ്ങിയ തുണി വെച്ചിട്ട് ഈ ഒരു ടാപ്പ് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇത് എനിക്ക് എത്രത്തോളം ക്ലീനായിട്ട് കിട്ടിയെന്നുള്ളത്. നല്ല രീതിയിൽ തന്നെ അഴുക്കൊക്കെ പോയിട്ട് നല്ല കളർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലോട്ട് പോകാം. അവസാനമായിട്ട് ഞാൻ ക്ലീൻ ചെയ്യാൻ പോകുന്നത് ബാത്റൂമാണ്. ബാത്റൂമിലെ ടൈലും അതുപോലെ ക്ലോസറ്റ്, നമ്മൾ ബാത്റൂമിൽ യൂസ് ചെയ്യുന്ന കപ്പ്, ബക്കറ്റ് എല്ലാം നമുക്ക് ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യം ബാത്റൂമിലെ ടൈലാണ് കേട്ടോ ക്ലീൻ ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് തന്നെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അത് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ ക്ലോസറ്റും ആ ഒരു രീതിയിൽ തന്നെ ക്ലീനാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ വെള്ളത്തിൻ്റെ കറയോ അതങ്ങനെ ചെറിയ കറയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് അത് ക്ലീനാക്കി എടുക്കാൻ പറ്റും. അപ്പം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എത്ര അഴുക്ക് പിടിച്ചതായാലും ഡിഷ് വാഷും ഉപ്പും വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു കിടിലൻ ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു കിടിലൻ വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.